ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഊരാക്കുടുക്കിൽ പെട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം കോടതിയിൽ തന്നെ നേരിട്ട് ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങൾ എന്താണ്? അതിൽ ഡോക്ടർ ബി അശോക് എന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി, അദ്ദേഹം IAS അസോസിയേഷൻ്റെ ഭാരവാഹി കൂടെയാണ്. അദ്ദേഹം ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. കെ ജയകുമാർ എന്ന ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻപ് അദ്ദേഹം വഹിച്ചിരുന്ന IMG ഡയറക്ടർ എന്ന തസ്തികയിൽ നിന്ന് ഒഴിയാതെയാണ് ഈ തസ്തികയിലേക്ക് വന്നത്. അതായത് ഒരാൾ ഒരേ സമയം 2 തസ്തികകൾ കൈകാര്യം ചെയ്യുന്നു, അതും റിട്ടയർ ചെയ്ത ഒരു ചീഫ് സെക്രട്ടറി 2 സർക്കാർ തസ്തികകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് IMG ഡയറക്ടർ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പൂർണ്ണ ഒരു തസ്തികയാണ്. അത് ഒരു IASകാരന് അർഹതപ്പെട്ട ഒരു തസ്തികയാണ്. ആ തസ്തികയിൽ ഇത്രയും വർഷത്തെ ഹോൾഡ് ചെയ്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ധാരണയില്ല. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിക്ക്, ജയകുമാറിന് ഇതിനെക്കുറിച്ച് ധാരണയില്ല. അല്ല, ആരും അത്ര പെട്ടെന്ന് ചോദ്യം ഉന്നയിക്കുമെന്ന് അദ്ദേഹം കരുതിയിരിക്കില്ല. അല്ലെങ്കിൽ ഗവൺമെന്റ് ആരെങ്കിലും മാറ്റി ഉടനെ നിശ്ചയിക്കും എന്നും വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിലൊരു ഗുരുതരമായ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, സംസ്ഥാനത്തെ ഒരു പദവി ഹോൾഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ സാലറി കൈപ്പറ്റിക്കൊണ്ട് ദേവസ്വം ബോർഡ് എന്ന ഒരു തസ്തികയിലേക്ക് അദ്ദേഹം മാറി, അല്ലെങ്കിൽ ഒരു സ്ഥാനത്തേക്ക് മാറി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ചോദ്യം. അപ്പോൾ ഇനി ഗവൺമെൻറ് ഉടനെ തന്നെ ചിലപ്പോൾ നടപടി എടുത്തേക്കാം, IMG ഡയറക്ടറായിട്ട് മറ്റൊരാളെ നിയമിച്ചേക്കാം. പക്ഷേ അവിടെ നിലവിലിരിക്കുന്ന ചോദ്യം, അങ്ങനെയാണെങ്കിലും അദ്ദേഹം വഹിച്ചിരുന്ന സ്ഥാനം ഒഴിയാതെ ഈ സ്ഥാനത്തേക്ക് വന്നത് ഒരു മിസ്അപ്രോപ്രിയേഷൻ അല്ലേ, അല്ലെങ്കിൽ ഒരു കുഴപ്പമല്ലേ, അല്ലെങ്കിൽ അതൊരു തെറ്റല്ലേ എന്ന് ഉള്ള ചോദ്യം കോടതിക്ക് മുമ്പാകെ വന്നേക്കാം. പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും അത് മറ്റൊരു കേസായി കെ ജയകുമാറിനെതിരെ വന്നേക്കാം. അപ്പം അയ്യപ്പൻ വീണ്ടും അവിടെ പലയിടത്തും കളിക്കുന്നു, പണി കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഒന്ന് ദേവസ്വം ബോർഡിൻ്റെ പദവിയിലേക്ക് വരുന്നവർക്കെല്ലാം ആ കസേര വളരെ മലീമസമായിരിക്കുന്നു. ആ കസേരയിൽ ആരിരുന്നാലും അവർ ആ കസേര സംശുദ്ധമാക്കാതെ, ആ സ്ഥാപനം സംശുദ്ധമാക്കാതെ, അയ്യപ്പൻ്റെ ഇരിപ്പിടം സംശുദ്ധമാക്കാതെ, അവിടെ നടന്ന തെറ്റുകൾ മാറ്റി തീർക്കാതെ, അല്ലെങ്കിൽ പൂർണ്ണമായും പരിഹരിക്കാതെ, പരിശുദ്ധി വരുത്താതെ ആര് ആ കസേരയിൽ ഇരുന്നാലും അവർ വെട്ടിലാവും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. വേറെ ആരോപണങ്ങളൊന്നും പെട്ടെന്ന് വന്നിട്ടില്ലാത്ത കെ ജയകുമാർ തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇത്ര വലിയൊരു കുരുക്കിൽ പെട്ടിരിക്കുന്നത് ഒരു നിയമക്കുരുക്ക് തന്നെയാണ്. കാരണം ആ സ്ഥാനം ഒഴിയാതെ മറ്റൊന്നിലേക്ക് പോയത്, അതിൻ്റെ പോസ്റ്റിംഗ് ഒരു അപാകത വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അത് റദ്ദാക്കിക്കൊണ്ട് പുതിയ പോസ്റ്റിംഗ് നടത്തേണ്ട ആവശ്യവും ചിലപ്പോൾ വന്നേക്കാം. അത്തരത്തിലാണ് അതിൻ്റെ വിഷയങ്ങൾ പോകുന്നത്. അല്ല, ഇത് സർക്കാരിനെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? കാരണം ഒരു തെറ്റായ കീഴ്വഴക്കം സർക്കാരിനും അതിൽ പങ്കുണ്ടല്ലോ. തീർച്ചയായിട്ടും സർക്കാരിന് അതിനകത്ത് പങ്കുണ്ട്. സർക്കാരിൻ്റെ നോട്ടക്കുറവുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനത്തേക്ക് വേറൊരാളെ നിയമിച്ചുകൊണ്ട് അദ്ദേഹം പോകേണ്ടതായിരുന്നു. അല്ലെങ്കിൽ കെ ജയകുമാർ താൻ സ്വയം അതിൽ നിന്ന് ഒഴിവായി എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടെറിഞ്ഞിട്ട് ഈ സ്ഥാനം സ്വീകരിക്കേണ്ടതുമായിരുന്നു. അത് അദ്ദേഹം ചെയ്തില്ല എന്നുള്ളതാണ്. അല്ല, സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ആദ്യം പിടിച്ച് ചെയ്തതായിരിക്കും അല്ലേ? കാരണം പ്രശാന്തിനെ പെട്ടെന്ന് ഒഴിവാക്കി പ്രശാന്തിനെ SIT കയറി പിടിച്ചാൽ മൂന്നാമത്തെ പ്രസിഡന്റ് ആയിരിക്കും വീണ്ടും ജയിലിലാകാൻ പോകുന്നത് എന്ന് വിചാരിച്ചിട്ട്, അത് ഇലക്ഷനെയൊക്കെ ഒരുപാട് ബാധിക്കുമല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് ചെയ്തതായിരിക്കാം. പക്ഷെ അത് വെളുക്കാൻ തേച്ചത് പാണ്ടായി. അയ്യപ്പനെ കുറിച്ചുള്ള സംസാരം പൂർണ്ണമായും മാറ്റാനായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനും രാഹുൽ ഈശ്വരനും ഒക്കെ ജയിൽ തുറന്നും കേസുണ്ടാക്കിയും ഒക്കെ പിണറായി സർക്കാർ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും അതിനെ വീണ്ടും അയ്യപ്പൻ തൻ്റെ പ്രഭാവം പുറത്തേക്ക് കൊണ്ടുവന്ന് വോട്ടർമാരുടെ മുമ്പിലേക്ക് എൻ്റെ സന്നിധിയിൽ നടന്ന തെറ്റുകൾ നിങ്ങൾക്ക് മുമ്പാകെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പറയാൻ വീണ്ടും ഒരു അവസരം കൊടുത്തതുപോലെ തോന്നുന്നു. അല്ല, പലരും സൂചിപ്പിക്കുന്നുണ്ടല്ലോ തുടക്കം മുതൽ തന്നെ സർക്കാരിന് ഒരു കളിപ്പാവ ആയി മാത്രമേ ജയകുമാർ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ഇത്തരം സഹായങ്ങൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കുമോ? അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു രീതി സർക്കാരിനോട് അനുകൂലിച്ച് നിൽക്കുന്ന ഒരു രീതിയാണ്. അദ്ദേഹം സർക്കാരിനെ എതിർത്തുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു രീതി ഇന്നുവരെ സർവീസിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന് വളരെ പ്രിയങ്കരനാണ്. ഈ സർക്കാരിനെന്നല്ല, ഏത് സർക്കാരിനും അദ്ദേഹം പ്രിയങ്കരനായിരുന്നു. ഒരു ടിപ്പിക്കൽ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ശൈലിയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോൾ ഇവിടെയും അദ്ദേഹം അത്തരത്തിലാണ് നീങ്ങുന്നത്. എന്തായാലും അതിനിടയ്ക്ക് ചട്ടവിരുദ്ധമായ ഒരു കാര്യം വന്നിരിക്കുന്നു. ഇപ്പോൾ ജയകുമാറിന് അതിനൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ 2 പദവികൾ വഹിക്കുന്നില്ല, കാരണം ഒന്നിലെ ശമ്പളം പറ്റുന്നതുകൊണ്ട് മറ്റേതിൽ ശമ്പളം പറ്റുന്നില്ല. ദേവസ്വം ബോർഡ്
പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാനൊരു ശമ്പളവും ആനുകൂല്യവും പറ്റാതെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. മറ്റേതിൽ പറ്റുന്നുള്ളത് കൊണ്ട് 2 പദവി വഹിക്കുന്നുണ്ടെങ്കിലും 2 ശമ്പളം ഞാൻ സ്വീകരിക്കുന്നില്ല എന്നൊരു ന്യായമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. പിന്നെ എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല, ചീഫ് സെക്രട്ടറിയും ഗവൺമെൻറ്റുമാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. അവരെന്നെ നിയോഗിച്ചു, അവർക്കെതിരെയാണ് കേസ്, എനിക്കെതിരെയല്ല കേസ് എന്നും അദ്ദേഹം ന്യായം പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനും കൂടി ഇതിനകത്ത് മറുപടി പറയാൻ ബാധ്യതയുണ്ട് എന്നുള്ളതാണ് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അദ്ദേഹത്തിനെ വിളിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമോ? കാരണം ഇതൊരു വലിയ പ്രശ്നമായി ചർച്ചയാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അല്ല, ഇത് ഇപ്പം അയ്യപ്പൻ്റെ പ്രശ്നം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതിനിടയ്ക്ക് വന്ന പുകമറ ഒരു ഗുണകരമായിരുന്നു സർക്കാരിന്. രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ ഈശ്വരും ഒക്കെ വന്ന് അറസ്റ്റും ജയിലും ഒക്കെ ആയിട്ട് പോയപ്പോൾ ഏതാണ്ടൊന്ന് അയ്യപ്പ വിഷയമൊന്ന് കർട്ടനിൽ അല്ലെങ്കിൽ ഒരു പുകമറയിൽ നിർത്താൻ ശ്രമിച്ചു. പക്ഷേ എന്നാലും നമുക്കറിയാം, ഓരോ ജംഗ്ഷനിലും ഇന്ന് വിളിക്കുന്നത്, ഓരോ മൈക്ക് അനൗൺസ്മെൻറ്റിലും ഇന്ന് ഓരോ വാർഡിലും കേൾക്കുന്നത് അയ്യപ്പനെ വഞ്ചിച്ച സർക്കാർ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിനൊന്നും കുറവൊന്നുമില്ല. പക്ഷേ അതിനിടയ്ക്ക് ഇപ്പോൾ വേറൊരു വിഷയം കൂടെ വന്നിരിക്കുന്നു. നമ്മൾ പൂർണ്ണമായും അയ്യപ്പൻ്റെ സന്നിധിയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ സംരക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന് ജയകുമാർ കറ വീണിരിക്കുന്നു. ഈ കുറച്ച് നാളുകളായി ചുമതലയേറ്റിട്ട് ഇദ്ദേഹത്തിന്റെ നിലവിലെ പ്രവർത്തനം എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, അതേ ദേവസ്വം ബോർഡ് ശബരിമലയിൽ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ടൊരു മാജിക് കാണിക്കാൻ പറ്റില്ല. അതുപോലെ ഞാനത് മുമ്പ് ഒരു ഡിസ്കഷനിലും പറഞ്ഞിരുന്നു. 1000 ജയകുമാർ ഒന്നിച്ച് വന്നാലും കോടിക്കണക്കിന് ഭക്തർ വരുന്ന ഒരു സ്ഥലത്ത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. 1000 പോലും അവിടെ ഒന്നുമല്ല. ഇതിന് ചെയ്യേണ്ടത് മുൻകൂട്ടി എടുക്കേണ്ട നടപടികളാണ്. 6 മാസം മുമ്പ് ഇവിടെ വരുന്ന കോടിക്കണക്കിന് ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ നിജപ്പെടുത്തി അത് ക്ലിയറാക്കി നടത്താത്തതിൻ്റെ അപാകതയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മീറ്റിംഗ് കൂടിയെന്ന് പറയുന്നു, പക്ഷേ ടോയ്ലറ്റുകൾ പോലും ശുചിയായിരുന്നില്ല. മീറ്റിംഗ് കൂടിയെന്ന് പറയുന്നു, അവിടെ വിർച്വൽ ക്യൂവിന് വേണ്ട സജ്ജീകരണങ്ങൾ കറക്റ്റായിരുന്നില്ല. ആൾക്കാർ സന്നിധാനത്ത് വന്ന് കൂട്ടം കൂടി നിൽക്കുന്ന അവസ്ഥ വന്നു. അവിടെ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാവാതെ, ഒരു ആൾക്കൂട്ട പ്രഷറുണ്ടായി മരണമുണ്ടാകാതെ പോയത് ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ വിധത്തിൽ ഒരു കെയോസ് എന്ന് പറയാവുന്ന, മുഴുവൻ തകിടം മറിയുന്ന ഒരു സംവിധാനമായിട്ടാണ് ശബരിമലയിൽ ഇത്തവണ നട തുറന്നത്. അത് തന്നെ വലിയൊരു അപാകതയാണ്. അത് കറക്റ്റ് ചെയ്യാൻ 2 ദിവസം മുമ്പ് വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ജയകുമാറിനൊന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ മേന്മക്കുറവോ അവിടെ അല്ല പ്രശ്നം, അത് വൈകി വന്ന ചിന്താഗതികളും തീരുമാനങ്ങളും പിന്നെ വന്നിട്ടില്ല. നമ്മൾ ആൾക്കൂട്ടം വന്ന് നമ്മുടെ മുമ്പ് നിന്നിട്ട് അതിനെ നിയന്ത്രിക്കാൻ പോയാൽ നടക്കില്ലല്ലോ. അത് ദൂരേന്നേ നമ്മൾ നിയന്ത്രിച്ചുകൊണ്ട് വരേണ്ടതായിരുന്നു. ആ നിയന്ത്രണം നടന്നില്ല. അവിടെ ഇവർക്ക് ഭക്തർക്കുണ്ടായിരുന്ന നിരവധി ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ പോലും തുറന്നിരുന്നില്ല. ആ സെൻ്ററുകളിൽ ആൾക്കാർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, ടോയ്ലറ്റ് സൗകര്യം ഉണ്ടായിരുന്നു, അതൊന്നും തുറന്നിട്ടില്ലായിരുന്നു. ഇതെല്ലാം നട തുറന്ന് തള്ളുവന്ന് ബഹളം വന്ന് ഹൈക്കോടതി ഇടപെട്ട് നടപടി എടുക്കൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് നടപടി തുടങ്ങിയത്. അപ്പോൾ സിസ്റ്റം ഫെയിലിയർ ശബരിമലയിലും സംഭവിച്ചു എന്നുള്ളത് നമ്മൾ അന്നേ പറഞ്ഞതാണ്. അതുതന്നെയാണ് ഇതിൻ്റെ കാര്യം. ഇങ്ങനെ സിസ്റ്റം ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഒരാൾക്കത് നേരെയാക്കാൻ പറ്റില്ല. സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റം എന്ന് പറയുന്നത് വിവിധ സാധനങ്ങൾ ചേർന്നാണ്. ഇപ്പം നിങ്ങളുടെ ശരീരത്തിലെ സിസ്റ്റം എന്ന് പറയുന്നത് ബ്രെയിനിന് ഒരു വലിയ ഘടകമുണ്ട്. പക്ഷേ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ, ലിവറിൻ്റെ ഫംഗ്ഷൻ, കിഡ്നിയുടെ ഫംഗ്ഷൻ, ഇതെല്ലാം കറക്റ്റ് ആയാലേ നിങ്ങളുടെ സിസ്റ്റം പെർഫെക്റ്റ് ആവുള്ളൂ. സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഢം എന്ന് പൂട്ടിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ പൂട്ടിപ്പോയ അവസ്ഥയിൽ പെട്ടെന്ന് ഒരാൾക്ക് ഒറ്റയ്ക്ക് വന്ന് ഇതിനെ ശരിയാക്കാൻ ബുദ്ധിമുട്ടാണ്. ICUവിലിട്ട് ഇത് കുറേശ്ശെ ശരിയാക്കാൻ പോകും. ആ പ്രശ്നത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതിൻ്റെ അയ്യപ്പ കോപമാണ് ഇപ്പോൾ വീണ്ടും ഡോക്ടർ പി പ്രശാന്തിലൂടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കിട്ടിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.